തിരുവനന്തപുരത്ത് അപകടത്തിന് ശേഷം നിർത്താതെ പോയ വോൾവോ കാർ ഓടിച്ചിരുന്നത് നടൻ മണിയൻ പിള്ള രാജു. മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമല്ലെന്നും വാഹനം നിർത്താതിരുന്നത് പേടി കൊണ്ടാണെന്നും മണിയൻ പിള്ള രാജു ജനം ടിവിയോട് പറഞ്ഞു. വാഹനം ഓടിച്ചിരുന്നപ്പോൾ മദ്യലഹരിയിലായിരുന്നില്ലെന്നും രാവിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നും നടൻ പറഞ്ഞു. ഞാനാ വണ്ടി ഓടിച്ചിരുന്നത്. ഞാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങുന്നു പതുക്കെ. അപ്പൊ റോഡിൽ ഒരു 2 വണ്ടി പോകുന്നു 9:15. എന്നിട്ട് ഞാൻ പതുക്കെ ക്രോസ് ചെയ്യാനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വഴുതക്കാട് എന്ന ഭാഗത്ത് നിന്ന് വണ്ടി ആവണം. വണ്ടി ഒന്ന് ഒരു ഒറ്റ ഇടി ബമ്പറിൽ. എന്നെ നേരെ ഹിറ്റല്ല, സൈഡിൽ ബമ്പറിൽ ഇടിച്ച് ബമ്പർ അങ്ങ് തെറിച്ചു പോയി. ഒരു റോഡിൽ വീണു. അപ്പൊ ഒരാൾക്ക് എന്തോ കാലിന് ഒടിവുണ്ട്, ഒരാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്നാമത് സുഖമല്ല, ക്യാൻസർ കഴിയാൻ. പിന്നെ ഇപ്പൊ ചിക്കൻ ഗുനിയാണ്. എനിക്ക് അപ്പൊ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അതാണ് നിർത്താത്തത്. അപ്പൊ രാവിലെ പോലീസ് വരും. അപ്പൊ അതിന്റെ കാര്യം നടക്കട്ടെ. കഴിഞ്ഞ ദിവസം രാത്രി വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ വെച്ചായിരുന്നു കാറും ബൈക്കും കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ നിവേദ് കൃഷ്ണയും സൂരജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീനന്ദ, ഒരു വാഹന അപകടത്തിൽപ്പെട്ടാൽ സ്വാഭാവികമായും ആ വാഹനം നിർത്തി കാര്യങ്ങൾ അന്വേഷിച്ച് പോകണം, അതാണ് അതിൻ്റെ ഒരു ശരി. പക്ഷെ അദ്ദേഹം പറയുന്നു ടെൻഷൻ കാരണം ഞാൻ നേരത്തെ നിർത്താനാകാതെ ഓടിച്ചു പോയി എന്നാണ്. വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടമുണ്ടായത്. ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഇറങ്ങുകയായിരുന്ന മണിയൻ പിള്ള രാജുവിൻ്റെ വണ്ടിയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് ഇടിക്കുകയായിരുന്നു. ഈ വോൾവോ കാറിൻ്റെ ബമ്പറിലാണ് ഈ ബുള്ളറ്റ് വന്ന് ഇടിക്കുന്നത്. ശേഷം ഈ ഒരു യുവാക്കൾ തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ 2 യുവാക്കളാണ് ഉണ്ടായിരുന്നത്, നിവേദ് അതുപോലെ സൂരജ് എന്ന് പറയുന്ന 2 പേരാണ്. അവരെ ആദ്യം SP ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഒരാളുടെ കാലിന് ചെറിയ പരിക്കുണ്ട്, പൊട്ടലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഇപ്പോൾ കുറച്ചു മുൻപ് മണിയൻ രാജു ജനം ടിവിയോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, മനഃപൂർവ്വമല്ല താൻ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയത്, തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ് എന്ന് സമ്മതിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ നിർത്താതെ പോയത് താൻ പേടികൊണ്ടാണ്. താൻ ഒരിക്കലും മദ്യലഹരിയിലല്ലായിരുന്നു ഈ വണ്ടി ഓടിച്ചിരുന്നത്, പേടികൊണ്ട് മാത്രമാണ് വണ്ടി നിർത്താതെ പോയത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. രാവിലെ തന്നെ മ്യൂസിയം സ്റ്റേഷനിൽ ഹാജരാകുകയും മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ ചെയ്യാൻ താൻ തയ്യാറാണ് എന്നുകൂടി ഇദ്ദേഹം അറിയിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ വീട്ടിലാണുള്ളത്, കവടിയാറുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മ്യൂസിയം സ്റ്റേഷനിലേക്ക് പോകാനും മറ്റ് നടപടികൾ ഒക്കെ അവിടെ നിന്ന് മറ്റ് നടപടികളിലേക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. താൻ മദ്യലഹരിയിലല്ല, താനൊരു ക്യാൻസർ പേഷ്യൻ്റ് സർവൈവറാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു തെറ്റ് മനഃപൂർവ്വമായി ഉണ്ടാകില്ല എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തെറ്റ് സമ്മതിക്കുന്ന ഒരു പ്രവണത കൂടി മണിയൻ പിള്ള രാജു ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അദ്ദേഹം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ, അതിനു വേണ്ടി കൃത്യമായ നടപടികൾ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിർത്താതെ പോയതൊരു തെറ്റ് തന്നെയാണ്, പക്ഷെ ഭയം കൊണ്ടാണ് നിർത്താതെ പോയത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മ്യൂസിയം വാഹനം നിർത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്നതുകൂടി തെളിയുമായിരുന്നു. അതെ അതെ. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഉറപ്പായിട്ടും മദ്യപിച്ചിട്ടില്ല എന്നുകൂടി തെളിയുമായിരുന്നു. പക്ഷെ ആ സമയത്തുണ്ടാകുന്നൊരു ഭയം, മനുഷ്യന്മാർക്ക് പൊതുവേ തന്നെ ഇത്തരത്തിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഉത്ഭയം ഉണ്ടാകും, നിർത്തിക്കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു ഭയം ഉണ്ടാകും. അത് തന്നെയാണ് തന്നെ അവിടെ നിർത്താൻ പ്രേരിപ്പിക്കാതിരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ തെറ്റ് സമ്മതിക്കുന്നെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നു തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്, പക്ഷേ ഇത്തരത്തിൽ നിർത്താതെ പോയ തൻ്റെ ഭയം മൂലമാണ്. തനിക്ക് അസുഖമുണ്ടായിരുന്നു, അതിൻ്റെ എല്ലാം ഒരു ടെൻഷനും എല്ലാം കൂടി ചേർന്നപ്പോൾ നിർത്താൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം ഇതിൽ നൽകുന്ന ഒരു മറുപടി. എന്തായാലും തെറ്റ് തന്നെയാണ്, അതിൽ നടപടികൾ കൃത്യമായി തന്നെ നടപടികളിലേക്ക് മുന്നോട്ട് പോകും എന്ന് കൂടി തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ശരി, ഏതായാലും കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മാനസികാവസ്ഥയെ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. കാരണം ഒരു അപകടമുണ്ടായാൽ തീർച്ചയായും അവിടെ ഇറങ്ങി, ഒരുപക്ഷെ ആ 2 പേർ മാത്രമായിരുന്നു അവിടെ ഉണ്ടെങ്കിലും രാത്രിയാണല്ലോ സംഭവിച്ചത്, അടുത്തങ്ങും ആരും ഉണ്ടായില്ലെങ്കിൽ എന്താകും അവസ്ഥ? അത് നിർത്തേണ്ടതായിരുന്നു. അവരെ പരിക്ക് പറ്റിയോ എന്താണ്, അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇപ്പോ ഇനി മണിയൻ പിള്ള രാജുവിന്റെ ഭാഗത്തല്ല തെറ്റെന്നിരിക്കട്ടെ, എങ്കിൽ പോലും അവിടെ നിർത്തണം. ഭാഗത്താണ് തെറ്റെങ്കിലും നിർത്തണം. കാരണം ഈ
അപകടത്തിൽപ്പെട്ടവരുടെ അവസ്ഥ ഒന്ന് ഓർക്കണം. അവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചികിത്സ, അടിയന്തര ചികിത്സയ്ക്ക് നൽകേണ്ടതുണ്ട്, മറ്റു വാഹനങ്ങൾ എന്തെങ്കിലും പിടിച്ച് ആശുപത്രി കൊണ്ടുപോകാം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇത് ഒരു വണ്ടി തന്നെയാണ്, എങ്കിലും ആ മാനസികാവസ്ഥയിൽ അങ്ങനെ പറ്റിയില്ല എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. മാനസികാവസ്ഥ പറ്റിയില്ല എന്ന് പറയുമെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഒരു വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിനൊപ്പം നിൽക്കേണ്ട ബാധ്യതയുണ്ട്. അത് കേസാകുമോ, അല്ലെങ്കിൽ എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുക, എല്ലാം നോക്കണമല്ലോ. ഇതിപ്പോ കൂടുതൽ സംശയത്തിന് നിഴലിലേക്ക് അദ്ദേഹത്തെ ഈ സംഭവം മദ്യപിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള ട്രിവാൻഡ്രം ക്ലബിന് മുമ്പിലാണ് ഈ അപകടം നടന്നത്. അത്തരത്തിലുള്ള സംശയം സ്വാഭാവികമായി വരികയാണ് അല്ലേ? ഏതായാലും വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ശ്രീനന്ദ.